നമുക്ക് ഇനി പരാതിയിൽ പറയുന്നത് എന്തൊക്കെയാണ് എന്ന് കൂടി ഒന്ന് നോക്കാം. നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വേടന്റെ പാട്ട് സിലബസിൽ നിന്ന് മാറ്റുക. അവിടെ ആവശ്യം വേടന്റെ പാട്ടെന്നായിരുന്നു, അല്ലാതെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ പോലെയുള്ള ഒരു കാര്യങ്ങളായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ചർച്ചാ വിഷയമാകുന്നതും. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നതാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയത്. ഭൂമി ഞാൻ വാഴുന്നിടം എത്രത്തോളം പഠന യോഗ്യമാണ് എന്ന ഒരു ചോദ്യവും ഉന്നയിക്കുന്നു. സാഹിത്യമാണോ സംഗീതമാണോ പഠിക്കേണ്ടത് എന്ന ചോദ്യം കൂടി അവിടെ ഉയർത്തുകയാണ്. അക്കാര്യത്തിലാണ് സാഹിത്യം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ സമിതി എത്തുന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പാട്ടുകളിലെ ആശയങ്ങളിൽ ഒരു അവ്യക്തതയുണ്ട്. മാത്രമല്ല വാക്യങ്ങളിലും പ്രയോഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഭാഷ അറിയുന്നവർക്ക് ഈ പാട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നും സമിതി പറയുന്നുണ്ട്. പക്ഷേ സിലബസ് അബദ്ധജടിലമെന്ന് പറയുന്നത് ശരിയല്ല എന്നുകൂടി കമ്മിറ്റി പറയുകയാണ്. ഇനി വേടന്റെ പാട്ടിലേക്ക് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭൂമി ഞാൻ വാഴുന്നിടം അതൊരു വായ്ത്താരി പോലെയാണ് വരുന്നത്. ആ പാട്ടുകൾ അത് വലിയ രീതിയിൽ പുതുതലമുറയ്ക്കിടയിൽ സ്വീകാര്യമായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ലോകത്തെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പരാമർശമാണ് ഈ പാട്ടുകളുടെയൊക്കെ ഉള്ളടക്കം. ചിലയിടത്തൊക്കെ ആശയത്തിൽ വൈരുദ്ധ്യം കാണാം എന്നും സമിതി കണ്ടെത്തുകയാണ്. വസ്തുതാപരമായ തെറ്റുകളും ചിലയിടത്ത് കാണാമെന്നും സമിതി വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി സമിതി എത്തുന്ന നിഗമനം എന്താണ് അതുകൂടി നമുക്ക് നോക്കാം. റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സന്റെ ഗാനം, വേടന്റെ ഗാനം, ഈ രണ്ട് ഗാനങ്ങളും തമ്മിലുള്ള താരതമ്യം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല BA മലയാളം വിദ്യാർത്ഥികൾക്ക് ഈ താരതമ്യം ചെയ്യുന്നതിന് സാധ്യമല്ല, അപ്രാപ്യം എന്നാണ് പറയുന്നത്. ഈ താരതമ്യ പഠനഭാഗം അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പറയുന്നു സിലബസിൽ നിന്ന് മാറ്റണം, അനുയോജ്യമായ മറ്റൊരു പാഠഭാഗം ഉൾപ്പെടുത്തണം എന്നും ബഷീർ കമ്മിറ്റിയുടെ ശുപാർശയിൽ വരികയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് കാലിക്കറ്റ് സർവകലാശാലയിലെ കാര്യമാണ്. വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടിന്റെ കാര്യമാണ്.